നമസ്കാരം. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഒരുപാട് വാർത്തകളുണ്ട്. ശബരിമലയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ എന്ന് പറയുന്നത് വലിയ ഒരു ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു. ഇപ്പോഴും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുൾപ്പെടെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് വിശദമായി തന്നെ ഇന്നത്തെ ഫോക്കസ് വാർത്തകളിലേക്ക് കടക്കാം. സ്വാഗതം. ശബരിമലയിൽ ഇന്ന് ഈ സീസൺ തുടങ്ങി 2ാം ദിവസമാണ്. പക്ഷേ അനിയന്ത്രിതമായ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. രാവിലെ മുതൽ തന്നെ ഭക്തരുടെ തീർത്ഥാടകരുടെ വലിയ നിരക്ക് നമുക്ക് കാണാമായിരുന്നു. ഉച്ചയോടുകൂടി അത് വലിയ ആശങ്കയുടെ മുനമ്പിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഏതാണ്ട് 1 ലക്ഷത്തോളം തീർത്ഥാടകർ ഈ 2 ദിവസങ്ങളിലും എത്തി എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവർ, വെർച്വൽ ക്യൂ വഴി എത്തുന്നവർ, ആ 2 പേരുടെയും എണ്ണം നിശ്ചയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ സ്പോട്ട് ബുക്കിംഗിൽ കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുത്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഒരു പ്രശ്നമായി വരുന്നു. മാത്രവുമല്ല, കാനനപാത വഴിയൊക്കെ ആളുകൾ കൂടുതലായും സന്നിധാനത്തേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതും വലിയ പ്രശ്നമായി. അതാണ് ഒരു കൈവിട്ട കളിയിലേക്ക് ശബരിമലയിൽ കാര്യങ്ങൾ കൊണ്ടുപോയത്. എന്തായാലും വലിയ ആശങ്കയുടെ ആ മണിക്കൂറുകൾ ഇപ്പോൾ കടന്നുപോയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് നേരത്തെയുള്ള ദൃശ്യങ്ങളാണ്. ചിലർ ബാരിക്കേഡുകൾ മറികടന്ന് പോകാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഉള്ള തീർത്ഥാടകർ അവിടേക്ക് എത്തുകയും പലരും നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് ബാരിക്കേഡുകളും മറ്റും മറികടന്ന് സന്നിധാനത്തേക്ക് എത്താൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. തീർത്തും ആശങ്കയുടെ മണിക്കൂറുകളാണ് കടന്നുപോയത് എന്ന് തന്നെ പറയാം. ഈ തിരക്ക് നിയന്ത്രണാതീതമായതോടുകൂടി എന്തും സംഭവിക്കുമോ എന്നൊരാശങ്ക ഉടലെടുത്തിരുന്നു. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട കേന്ദ്രസേന ഇതുവരെ എത്തിയിട്ടില്ല സന്നിധാനത്ത് എന്നൊരു സാഹചര്യമുണ്ട്. കേന്ദ്രസേന എത്താൻ ഇനിയും 2 ദിവസം കൂടി എടുക്കും എന്നതാണ് മനസ്സിലാകുന്നത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്രസേന എത്തുന്നത് വൈകുന്നതിന്റെ കാരണങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. മുന്നൊരുക്കങ്ങളുടെ അപാകത കൂടി ഈ അനിയന്ത്രിതമായ തിരക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തിൽ അത് മുന്നൊരുക്കങ്ങളുടെ ഒരു അപര്യാപ്തതയായി കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിച്ചു. ആശങ്കയുടെ മണിക്കൂറുകളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മുന്നൊരുക്കങ്ങളിൽ അപാകതയുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് തിരക്ക് നിയന്ത്രണാതീതമായത് എന്നത് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ ഒരാശങ്ക അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുകയും ചെയ്തു ആദ്യ മണിക്കൂറുകൾ. പിന്നെ അതിനുള്ള വേണ്ടത്ര മുന്നൊരുക്കങ്ങളുടെ ഒരു അഭാവമുണ്ട്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ കോൺട്രാക്ടർക്ക് മെസ്സ് കൊടുത്തു 16-ാം തീയതിയാണെന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എംപ്ലോയീസ് പലരും വന്നിട്ടില്ല, ഡ്യൂട്ടിക്ക് കൊടുത്ത എംപ്ലോയീസ് തന്നെ വന്നിട്ടില്ല. വരാത്തവരെയൊക്കെ വിശദീകരണം ചോദിച്ച് ബാക്കി ആളുകളെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ 2ാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ, ഇതവർ ചന്ദ്രൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടി. അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവർ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ 18-ാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്യാം? ഇനി അത് വരാൻ പാടില്ല, നോക്കണം എന്തുകൊണ്ടാണ്. 2, ഞാനിപ്പോൾ ശ്രീജിത്തിന് അദ്ദേഹത്തിന് ഞാനൊരു കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുണ്ട്, കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും. 3, 4, 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി. ദാറ്റ് മീൻസ്
പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അത് നിലയ്ക്കലിൽ നിർത്തണം. നിലയ്ക്കൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അപായകരമായ സാഹചര്യം എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ തിരക്കെത്തി. ഏതാണ്ട് 6, 7, 12 മണിക്കൂർ വരെയൊക്കെ ക്യൂ നിന്ന് ഈ മുകളിലേക്ക് എത്തിയ ഭക്തരുണ്ട്. പലരും വളരെയധികം ക്ഷീണിതരായിരുന്നു, കുഴഞ്ഞു വീഴുന്നതിൻ്റെ വക്കിലായിരുന്നു. ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാമായിരുന്നു. മാത്രവുമല്ല ചിലരൊക്കെ തീർത്ഥാടനം പൂർത്തിയാക്കാതെ മടങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു പാളിച്ച എന്തായാലും 2ാം ദിവസം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല അനിയന്ത്രിതമായ ഒരു തിരക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ. നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് ദീർഘനാൾ സേവനമനുഷ്ഠിച്ചതിൻ്റെ പാരമ്പര്യമൊക്കെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ സംബന്ധിച്ചുണ്ട്. അദ്ദേഹം പറയുന്നു തന്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും താൻ കണ്ടിട്ടില്ല. 2ാം ദിവസം തീർത്ഥാടന കാലം തുടങ്ങി 2ാം ദിവസം ഇത്രയധികം തിരക്കുള്ള ഒരു ദിവസം അനുഭവപ്പെട്ടിട്ടില്ലെന്നാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2ാം ദിവസം വന്നിരുന്ന തീർത്ഥാടകരുടെ എണ്ണം 29,000 ആണെങ്കിൽ ഇപ്പോൾ 55,000 കടന്ന് ഭക്തരുടെ എണ്ണം എത്തിയിരിക്കുന്നു. ഏതാണ്ട് ഉച്ചയോട് കൂടി ആകുമ്പോൾ തന്നെ എന്ന നിലയാണ് ഉള്ളത്. അതാണ് അനിയന്ത്രിതമായി ആളുകൾ അവിടേക്ക് എത്തുന്നു. അത് തടയാൻ കഴിയുന്നില്ല. ഈ ശബരിമലയുടെ ചുമതലയുള്ള ADGP ശ്രീജിത്ത് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്രസേന എത്താൻ ഇനി 2 ദിവസം കൂടി വൈകുമെന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല ഈ വരുന്നവർക്ക് ദർശനം നൽകാതെ മടക്കി അയച്ചാൽ അവർ ബുദ്ധിമുട്ടിലാകും, അവർ നിരാശരാകും. അതുകൊണ്ടാണ് ഈ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം 20,000 നിജപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അവർക്ക് കൂടി കടന്നു പോകാനുള്ളൊരു അനുമതി നൽകേണ്ടി വരുന്ന സാഹചര്യം അതാണ് എന്നതാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചിരുന്നത്. അദ്ദേഹം ഈ സംഭവങ്ങളെ ഏറ്റവും കലുഷിതമായ മണിക്കൂറുകളിൽ അഡ്രസ് ചെയ്തത് എങ്ങനെയാണ് എന്നത് കേൾക്കാം. ക്രൗഡ് മാനേജ് ചെയ്തിരിക്കും, അതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട. നമ്മൾ ക്രൗഡ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3 മണിയാകുമ്പോഴത്തേക്ക് ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ നട തുറക്കും. അപ്പോൾ വീണ്ടും ദർശനം കിട്ടും. ദർശനം കിട്ടാത്ത ആൾക്കാരാണ് നിൽക്കുന്നത്. അപ്പം നട തുറന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. മാനേജ് ചെയ്യാൻ പറ്റും. ക്രമാതീതമായ ആൾക്കാർ വന്നതുകൊണ്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ്. സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്ത ഒരുപാട് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഒരുപാട് പേര് വന്നു. അവർക്ക് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യുന്നത്. പമ്പയിൽ നിന്ന് കയറ്റിവിടാതിരിക്കുന്നില്ല, ഇപ്പോഴും കയറ്റിവിടുന്നുണ്ട്. പക്ഷേ നിലയ്ക്കലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് നമുക്ക് പര്യാപ്തമാണോ? ഫോഴ്സിന്റെ കുറവുണ്ടല്ലോ ഇത് ആൾക്കാർ കാട്ടിനകത്ത് കയറി വരുന്നല്ലേ. അതുപോലെ കേന്ദ്ര സേനകൾ കുറച്ച് വൈകി എന്നുള്ളൊരു കാര്യം ഇങ്ങനെ വരുന്നുണ്ട്. കേന്ദ്ര സേനകൾ നമ്മളുടെ കാരണം അവർ എത്തിക്കോളും. അവരെത്തും, പുറപ്പെട്ടിട്ടുണ്ട്, അവരെത്തും. നിലയ്ക്കലാണോ സാർ ഇപ്പോൾ ഇവിടെ ഹാൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ആൾക്കാരെ തങ്ങാൻ വേണ്ടി സൗകര്യം ഒരുക്കുന്നത് നിലയ്ക്കലായിരിക്കും? തൽക്കാലത്തേക്ക് നിലയ്ക്കൽ വണ്ടികൾ ഇവിടുത്തെ തിരക്ക് ഈ തിരക്കൊന്ന് തീരുന്നത് വരെ വണ്ടികൾ തൽക്കാലം നിലയ്ക്ക് തടയാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസ് ചെയ്യും. കുടിവെള്ളം കിട്ടുന്നില്ല, ലഘുഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ചില പരാതി. അതിനുള്ള ആവശ്യത്തിനുള്ള ആൾക്കാർ കൂടുതലാക്കാൻ വേണ്ടി നമ്മൾ ദേവസ്വത്തോട് പറഞ്ഞിട്ട് ദേവസ്വം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നീട് ഏറെ പണിപ്പെട്ടാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത്. തിരക്ക് മൂലം ദർശന സമയം 2 മണിവരെ നീട്ടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ദർശന സമയം 2 മണിവരെ നീട്ടിക്കൊടുത്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് ഒരു പരിധിയോളം പരിഹാരം കാണാനായത്. ഈ കുട്ടികൾ ഉൾപ്പെടെ കുട്ടികളുമായി ഒക്കെ എത്തിയവർ വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടാതെ കുട്ടികൾ വലിയ രീതിയിൽ അവശരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബാരിക്കേഡുകളും ഈ കയറ് കെട്ടിയതുമൊക്കെ മറികടന്ന ആളുകൾ ഏറ്റവും മുന്നിലേക്ക് എത്താനും ദർശനം നടത്താനുമൊക്കെ ശ്രമം നടത്തിയത് ഒക്കെയും വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിച്ച സാഹചര്യമായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കുട്ടി വളരെയധികം ക്ഷീണിതയായിരിക്കുന്നു. അങ്ങനെ നിരവധി കുട്ടികളെ, പ്രായം ചെന്നവരെ ഒക്കെ നമുക്ക് കാണാമായിരുന്നു. ഈ തിരക്ക് ഒരു ഘട്ടത്തിൽ എല്ലാം പിടിവിട്ടു പോകുമോ എന്ന് തോന്നിപ്പിക്കുന്ന ഘട്ടവും ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ അത് വളരെ വ്യക്തമാണ്. ആളുകൾ ബാരിക്കേഡുകളൊക്കെ മറികടന്ന് നിയന്ത്രണങ്ങളൊക്കെയും പാടയും അവഗണിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഈ സന്നിധാനത്ത് 1 മിനിറ്റിൽ ഏതാണ്ട് 95 പേരെയൊക്കെ 18ാം പടി വഴി കയറ്റിവിടാനുള്ള നീക്കങ്ങളൊക്കെയാണ് തിരക്കുള്ള സമയങ്ങളിൽ ഈ തിരക്ക് കുറയ്ക്കാനായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ വേഗക്കുറവും ഒരു പ്രശ്നമായി എന്നതാണ് കരുതുന്നത്. പലർക്കും 18ാം പടി വഴി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടു. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ പലരും എത്തിയിട്ടില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതൊക്കെ മുന്നൊരുക്കങ്ങളുടെ പോരായ്മയായിട്ട് വേണം മനസ്സിലാക്കാൻ. നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പലരും എത്തിയില്ല, കേന്ദ്രസേന എത്തിയിട്ടില്ല. പോലീസ് ഫോഴ്സിൽ ആ രീതിയിൽ കുറവുണ്ടോ എന്നത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതാണ്.
എന്നതാണ്. മാത്രവുമല്ല, പ്രതീക്ഷിച്ചതിലും അപ്പുറം ഉള്ള മനുഷ്യർ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടരയോ മാസങ്ങളായി വലിയ തട്ടിപ്പിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയും കൂടി ചെയ്തിട്ടുള്ള ഒരു ഘട്ടമാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വാർത്തകൾ നിരവധി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത്രയധികം ഭക്തരുടെ തിരക്ക് ശബരിമലയിൽ ഉണ്ടാകുന്നത് എന്നതൊരു അത്ഭുതമാണ്. തീർത്ഥാടന കാലത്ത് ഒരിക്കലും ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകാത്ത അത്രയും തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത് എന്ന് പറയുന്നു. ഒരുപക്ഷെ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഈ വാർത്താ കോലാഹലങ്ങൾ, തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയും ഒരുപക്ഷെ ഇതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതൊക്കെ കൂടുതൽ പരിശോധനകളിലൂടെ പുറത്തു വരേണ്ടതാണ്. എന്തായാലും നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉൾപ്പെടെ നിരവധി പേരാണ് തീർത്ഥാടനത്തിനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 മണിവരെ ദർശന സമയം നീട്ടിക്കൊടുക്കുകയും പിന്നീട് സ്ഥിതി ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കി എടുത്ത നടപടികളിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ ശബരിമലയിലെ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. പമ്പയിൽ നിന്ന് കയറ്റി വിടുന്നവരുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ട് ആ സന്നിധാനത്തെ തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ എത്തിയേക്കാം. ആ സമയങ്ങളിലും ജാഗ്രതയോടു കൂടിയുള്ള ഇടപെടൽ വേണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലായി ഈ സംഭവം മാറുകയാണ്. അപ്പോൾ ഇതിനുശേഷം വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഈ മുന്നൊരുക്കങ്ങളിൽ ഉൾപ്പെടെയുള്ള വീഴ്ചകൾ എന്ന ആ കാര്യങ്ങളിൽ നിന്ന് അല്പം പിൻവലിഞ്ഞുകൊണ്ട് എല്ലാം നോർമലൈസ് ചെയ്തുള്ള ഒരു പ്രതികരണമാണ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്, അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70-20 90,000 ആളുകൾ, കോട്ടയം ഒരു 10 പേരും, അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് സാധാരണ കാണാത്ത ഒരു ക്രൗഡ് ഇവിടെ കണ്ടല്ലോ. അത് ബോധപൂർവം ഉണ്ടായതാണ്, അത് യാദൃശ്ചികമായി ഉണ്ടായതല്ല. അവിടെ മരക്കൂട്ടത്തിലെയും മറ്റും പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പോലീസ് അവർ ബേലിപ്പാലം വഴി കുറച്ചു പേരെ വിട്ടു. അവർ ക്യൂ വഴി വന്നവരല്ല, അവരവിടെ കൂടെയൊക്കെ ചാടി വന്നവരാണ്. അവരവിടെ കിടന്ന് ആ ഒരു പ്രഷർ വരുന്നതിന് വരെ ബേലിപ്പാലം വഴി വിട്ടു. കുറച്ചു പേര് ഇവിടെ വന്നു. ഈ വടക്കേ മുറ്റത്തുകൂടെ അവരെ ആദ്യം വിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ വിഷ്വലിൽ ഭയങ്കരമായിട്ട് ആൾ നടന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് വിടുന്നതാണ്. ഇവിടെ ആൾ വരുന്നതനുസരിച്ചിട്ട് അവരെ 18-ാം പടി മറ്റവരോടൊപ്പം കയറ്റി തൊഴിൽ വിടും. അതാണ് വിഷയം. പിന്നെ ഞാൻ ഉയർന്നു പറഞ്ഞിരിക്കുന്ന പമ്പയിലുള്ള വരവ് തന്നെ നിലയ്ക്കലിൽ കുറച്ച് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പമ്പയിലേക്കുള്ള വരവ് കുറയും. അവിടുന്ന് കയറിക്കഴിഞ്ഞാൽ വലിയ ശല്യമില്ലാതെ അധികം നേരം നിർത്താതെ പോരാൻ സാധിക്കും. പിന്നെ 1 ലക്ഷം പേര് ഒരുമിച്ച് വന്നാൽ ശബരിമലയിൽ പ്രശ്നം വരും. അത് വരാതെ പമ്പയിലും നിലയ്ക്കലിലും കുറേശ്ശെ ക്രമീകരണം വരും. അത് തന്നെയാണ് ഇപ്പോൾ ആശയപരമായി പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നുമില്ല. എല്ലാ പോയിന്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഒരു കാര്യങ്ങൾ ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണാധീനമാണ്. ഇപ്പോൾ തന്നെ എനിക്ക് ആശങ്ക മാറി. ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ച് പേരാകുമ്പോഴത്തേക്ക് തുറന്നു വിടുന്നു. ഇവിടെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. എല്ലാവർക്കും 18-ാം പടി കയറുകയും ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല. അറിഞ്ഞ ആളുകൾക്ക് എങ്ങനെയെങ്കിലും 18-ാം പടി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൈവിട്ടു പോയ അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് സ്പോട്ട് ബുക്കിംഗ് തീർന്നു പറയണേ സാർ. സ്പോട്ട് ബുക്കിംഗ് 20,000 ഉള്ളൂ. ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല. നാളെ തൊട്ട് 20,000 ഉള്ളൂ. 20,000 കടന്നുപോയാൽ അടുത്ത ദിവസമേ പിന്നെ വരാൻ സാധിക്കും. അതുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സബ്സ്റ്റാൻഷ്യലായിട്ട് മാറ്റുകയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാം, പിറ്റേന്ന് വന്നാൽ മതി. പമ്പയിലുണ്ട് ഇപ്പോൾ ഉള്ള 3 കൗണ്ടറിൽ അത് പതുക്കെ കുറയ്ക്കും. ആരെങ്കിലും വിട്ടു വന്നാൽ ഇവിടെ വേണമല്ലോ, സൗകര്യം വേണമല്ലോ. മാത്രമല്ല കാനനപാത വഴി വരുന്നവർക്ക് പമ്പയിൽ ചിലപ്പോൾ വേണ്ടി വരും. എന്തായാലും ഏറ്റവും ഒടുവിൽ സ്പോട്ട് ബുക്കിംഗ് കർശനമായി നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 20,000 എന്ന് നിജപ്പെടുത്തിയ സ്പോട്ട് ബുക്കിംഗ്, അതിനും അപ്പുറം ആളുകളെ കടത്തിവിട്ടതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. ഇതിന് കാരണമായി ADGP H. ശ്രീജിത്ത് പറയുന്നത്, വരുന്നവരെ തിരിച്ചയക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നത് ചൂണ്ടിക്കാട്ടിയാണ്. അവർ നിരാശരാകും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരെ കയറ്റി വിട്ടുകൊണ്ടിരുന്നത് എന്നതാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കർശന നിയന്ത്രണങ്ങൾ ഉറപ്പാക്കുമെന്നും ഈ പ്രതിസന്ധിയും പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നും എസ് ശ്രീജിത്ത് പിന്നീട് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എല്ലാം നിയന്ത്രണ വിധേയം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ തിരക്ക് സീമാതീതമായിരുന്നു. പിന്നെ സ്പോട്ട് ബുക്കിംഗ് ഇപ്പം നിർത്തിവെച്ചിട്ടുണ്ട്, തീർന്നു. ഇന്നത്തെ നാളത്തേക്ക് തീർന്നു.
അപ്പൊ അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ച് വന്നവർ സ്പോട്ട് ബുക്കിംഗിന് അനുവദനീയമായ കോടതി അനുവദിച്ചിട്ടുള്ള ലിമിറ്റേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ആൾക്കാർ വന്നതുകൊണ്ടും ആ വന്നവർ തന്നെ ക്യൂ ഒന്നും പാലിക്കാതെ കാട്ടിനകത്തോടെ കയറി വന്നതുകൊണ്ടും കൂടിയാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായത്. അതിപ്പോ തീർന്നു. കാരണം ഈ തുടങ്ങുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്രൗഡ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മിനിഞ്ഞാന്ന് തുടങ്ങിയ ദിവസം സാധാരണ വൈകുന്നേരങ്ങളിൽ 5000-10000 ഒക്കെ വന്നു. കഴിഞ്ഞ കൊല്ലം 29,000 വന്നപ്പോൾ ഭയങ്കര നമ്പറാണെന്ന് നമ്മൾ പറഞ്ഞു. ഇക്കൊല്ലം അത് 55,000 ആയി. അപ്പം അത് ഞാനതിന് ഒരു തരത്തിൽ പോസിറ്റീവായിട്ട് കാണുന്നത്. ഭഗവാനെ കാണാനായിട്ടുള്ള ആൾക്കാരെ ത്വര കൂടുന്നു, ഭക്തരുടെ സംഖ്യ കൂടുന്നു, അവരെന്ത് ത്യാഗവും സഹിച്ച് വരാൻ തയ്യാറാണെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും വളരെ പോസിറ്റീവായാണ് ഇതിനെ കാണുന്നത് എന്നതാണ് അദ്ദേഹം രണ്ടാം ഘട്ടത്തിലും വിശദീകരിച്ചത്. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഇനി സ്പോട്ട് ബുക്കിംഗ് കൃത്യമായ നിയന്ത്രണങ്ങളോടെ നടത്തുള്ളൂ എന്ന് പറഞ്ഞു. വേലി പാലം വഴി ആളുകളെ കൂടുതലായി കടന്നു വരാൻ അനുവദിച്ചതും ഒരു പ്രശ്നമായി കണക്കാക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ കർശനമായ നിയന്ത്രണം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. കാനനപാത വഴി എത്തിയ ആളുകൾ അത് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. അവരുടെ ആ വരവും ഈ സന്നിധാനത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരു സാഹചര്യം വരെ എത്തിച്ചു. ഭാഗ്യം കൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ സമാധാനപരമായി കടന്നു പോകുന്നത്. നമുക്കറിയാം ഭക്തിയുടെ പേരിൽ പലയിടത്തും ഉണ്ടാകുന്ന ആൾക്കൂട്ടങ്ങൾ വലിയ വലിയ ദുരന്തങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ശബരിമലയും അത്തരം സംഭവങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. ഒരു തരത്തിലും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാവിധത്തിലുമുള്ള നടപടികൾ ഉണ്ടാകണം. അത് കർശനമായി പാലിക്കുകയും വേണം. വരുന്ന ഭക്തർക്കും അത്തരം ഒരു ബോധ്യം ഉണ്ടാകണം. ഭക്തർ അവിടെ എത്തുമ്പോൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതിനപ്പുറം പോയാൽ നഷ്ടം അവരവർക്ക് തന്നെയാണ് എന്ന ബോധ്യത്തോടു കൂടിയുള്ള പെരുമാറ്റവും സഹകരണവും ഭക്തരുടെ പക്കൽ നിന്നും ഉണ്ടാകണമെന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. ഒരു തരത്തിലും അവിടെ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത എല്ലാ സംവിധാനങ്ങളും പുലർത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. SIR-ൽ വലിയ ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ BLO അനീഷ് ജോർജിന്റെ മരണത്തോടു കൂടി ആ ആശങ്ക വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ SIR-നെതിരെ ഇപ്പോൾ രണ്ട് തരത്തിൽ ഉള്ള ആശങ്കകളാണ് ഉള്ളത്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളത് പോലെയുള്ള ആശങ്കകൾ. അത് തിരക്കിട്ട് നടപ്പാക്കുന്നത് എന്തിന് എന്ന ചോദ്യം. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ SIR നടത്തിയാൽ അത് എത്രമാത്രം ഫലപ്രദമായി നടത്താൻ കഴിയും എന്ന ഒരു ആശങ്ക അവർ നേരത്തെ തന്നെ ഉയർത്തുന്നതാണ്. ബീഹാറുമായി ബന്ധപ്പെട്ട് SIR ആശങ്ക കുറച്ചുകൂടി ബീഹാർ ഫലം വരുമ്പോൾ ആ നിലയിൽ ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം കൂടി രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുണ്ട്. അതൊരു ഭാഗം. മറ്റൊന്ന്, ഈ SIR ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അധിക സമ്മർദ്ദമാണ്. ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള വലിയ സമ്മർദ്ദം BLO-മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിരിക്കുന്നു. അനീഷ് ജോർജ് എന്ന രക്തസാക്ഷി നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴും സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഇതിനെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിയമ നടപടികളിലേക്ക് എന്ന കാര്യം വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. മുസ്ലിം ലീഗും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ SIR-നെതിരായ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് കേരളം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. നേരത്തെ തന്നെ തമിഴ്നാടും ബംഗാളും പുതുച്ചേരിയും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ തുടങ്ങിയിരുന്നതാണ്. അതിനു പുറമെയാണ് വലിയ രീതിയിൽ SIR-മായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ എന്നതുകൂടി നമ്മൾ കാണണം. കേരളത്തിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിട്ടുള്ളത് SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ SIR നടപടികൾ നിർത്തിവെക്കണം എന്നതാണ് കേരളം ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് കോടതിയെ സമീപിച്ചത്. SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളും ഒരേ സമയം നടത്തിയാൽ ഭരണ സംവിധാനം സ്തംഭിക്കുമെന്നാണ് ഹർജിയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ SIR നടപടികൾ ഡിസംബർ 21 വരെ നിർത്തിവെക്കണം എന്നതാണ് കേരളത്തിന്റെ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ കേരളം നിയമപരമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ SIR വിഷയത്തിൽ കോടതി നടപടികളിലേക്ക് കടന്നിരിക്കുന്നു.
ഒപ്പം KPCCയും നിയമ നടപടിക്ക് ഉള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഹർജി ഇന്ന് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുകൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ തിരക്കിട്ട SIR നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. SIR പ്രക്രിയയിലൂടെ സർക്കാർ ജീവനക്കാർക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നും അവർക്കത് താങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നും BLO അനീഷ് ആത്മഹത്യ ചെയ്തത് അതുകൊണ്ടാണെന്നും മുസ്ലിം ലീഗ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. PK കുഞ്ഞാലിക്കുട്ടിയാണ് ആ ഹർജി ലീഗിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ മുഖേനയാണ് ഈ ഹർജി മുസ്ലിം ലീഗ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ നിയമപരമായി നേരിടാനുള്ള നീക്കത്തിനൊപ്പം തന്നെ SIRനെതിരെ വലിയ പ്രതിഷേധം കൂടി കൊണ്ടുവരാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് അതിന്റെ മുന്നണിയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. SIRനെതിരെ വൻ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹി രാംലീല മൈതാനത്ത് മെഗാ റാലി നടത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. ഡിസംബർ ആദ്യവാരമായിരിക്കും ഈ വലിയ പ്രതിഷേധ പരിപാടിക്ക് രാംലീല മൈതാനം വേദിയാകുക. SIR വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഡൽഹിയിൽ വിളിച്ച യോഗത്തിലാണ് ഇന്ന് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലെയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നേതാക്കന്മാരുടെ യോഗമാണ് കോൺഗ്രസ് ഇന്ന് വിളിച്ചു ചേർത്തിരുന്നത്. അവിടെ PCC അധ്യക്ഷന്മാർ, നിയമസഭാകക്ഷി നേതാക്കൾ, സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് SIRനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നീക്കം എന്നതുകൂടി നമ്മൾ ഇതിനെ കാണണം. ആ രീതിയിലുള്ള ഒരു വലിയ പ്രത്യേകത കൂടി കോൺഗ്രസ് ഈ SIR വിഷയത്തിൽ പ്രത്യക്ഷമായി തന്നെ ഈ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ട്. ബീഹാറിൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് പല നിർണായകമായിട്ടുള്ള മണ്ഡലങ്ങളും BJP NDA സഖ്യം പിടിച്ചിരിക്കുന്നത് എന്ന വലിയ യാഥാർത്ഥ്യമുണ്ട്. കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് ഈ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇത് ക്വിന്റിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ അത്തരത്തിൽ പല സൂചനകളും നൽകുന്നതാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് SIRനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത. നേരത്തെ തന്നെ SIRനെതിരായ പോരാട്ടം തുടങ്ങിയിരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട് നിയമപരമായി തന്നെ SIRനെതിരെ രംഗത്തെത്തുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും തമിഴ്നാടിന്റെ ഹർജി സുപ്രീംകോടതി പരിഗണനയ്ക്കെടുക്കുകയും അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം തേടുകയും ചെയ്ത വരെ ഉള്ള ഘട്ടം അവർ മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ആ തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇന്ന് മുതൽ അവർ SIRുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. SIR നടപടിക്രമങ്ങൾ ഒരു പരിധിവരെ നിർത്തിവെക്കപ്പെട്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും ഹർജിയിൽ സുപ്രീംകോടതി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ് ആ പ്രോസസ്സ് തന്നെ നിർത്തിവെക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം SIRനെതിരെ ഉയരുന്നത്. എന്താണോ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് തമിഴ്നാട്ടിലും റവന്യൂ ഉദ്യോഗസ്ഥർ ഉയർത്തിക്കാട്ടുന്നത്. വലിയ രീതിയിലുള്ള സമ്മർദ്ദം അവർക്ക് താങ്ങേണ്ടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്നത് അവർ ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രവുമല്ല, മാൻ പവറിന്റെ വലിയ കുറവുണ്ട്. കുറച്ച് ഉദ്യോഗസ്ഥർക്ക് എത്താൻ പറ്റാത്ത അത്രയും അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയും ജോലി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, വലിയ രീതിയിലുള്ള സമ്മർദ്ദം മുകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു എന്നതൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഫെഡറേഷൻ ഓഫ് തമിഴ്നാട് റവന്യൂ അസോസിയേഷൻ അംഗങ്ങളാണ് SIR ജോലികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. സമയപരിധി കൂട്ടണം എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സമയപരിധി വളരെ കുറവാണ്. ഉയർന്ന ടെൻഷൻ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജോലികൾ ബഹിഷ്കരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരുന്നു ഇന്ന് തമിഴ്നാട്ടിൽ ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. 32 ജില്ലകളിലെ കളക്ടർമാർ ഈ ഉദ്യോഗസ്ഥർ മാസ് പെറ്റീഷൻ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നു മുതൽ എല്ലാ ചുമതലകളിൽ നിന്നും വിട്ടുനിന്നാണ് SIR പ്രവർത്തികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ നടക്കുന്നത്.
SIR ഫോമുകളുടെ വിതരണവും ശേഖരണവും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യൽ, അവലോകന യോഗങ്ങൾ തുടങ്ങിയവയാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഡിസംബർ 4 ഈ നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർമാർ അർദ്ധരാത്രി വരെ അവലോകന യോഗങ്ങൾ ചേരുന്നു, അവർ വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നു. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഈ നടപടികൾ പൂർത്തിയാക്കി ഈ സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നത് വലിയ സമ്മർദ്ദമാണ് BLOമാർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ മാത്രം സംഭവമല്ല, തമിഴ്നാട്ടിലും അത്തരം സംഘർഷ അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദത്തിലൂടെയൊക്കെയാണ് ഈ ജീവനക്കാർ കടന്നു പോകുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. തമിഴ്നാട് നേരത്തെ തന്നെ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അവിടെ ഈ പ്രതിഷേധത്തിലൂടെ SIR നടപടിക്രമങ്ങൾ ഒരു പരിധിവരെ നിർത്തിവെക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 6 ലക്ഷത്തോളം BLOമാർ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നടക്കുന്ന SIRന്റെ ഭാഗമായി ഏതാണ്ട് 6 ലക്ഷത്തോളം BLOമാർ പ്രവർത്തിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു വലിയ വിഭാഗത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ അത്തരമൊരു നീക്കം കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ് ആവർത്തിച്ച് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, കേരളത്തിൽ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പലരും അതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ട് സാവധാനത്തിലാണ് ഈ പ്രക്രിയ നടപ്പാക്കേണ്ടത്. SIR എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കാനുള്ളതാണ്. അർഹരായ എല്ലാവർക്കും വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാകണം SIR എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതിന്റെ ലക്ഷ്യം അതായിട്ട് വേണം നിശ്ചയിക്കപ്പെടേണ്ടത്. അല്ലാതെ തിരക്കിട്ട് നടത്തി മറ്റെന്തോ ലക്ഷ്യങ്ങളോടുകൂടി നടത്തേണ്ടുന്ന ഒരു പ്രോസസ്സായി ഇതിനെ മാറ്റുന്നത് ആരാണ്, എന്തിനാണ് എന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ മാത്രമേ എന്തായാലും ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച നടപടികൾ ഉതകുകയുള്ളൂ എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത് പകുതി വഴിക്ക് നിർത്തിവെക്കുക സാധ്യമാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. എങ്കിലും ഇതിൽ അന്തിമ തീരുമാനം ഇനി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം അതിനുത്തരവാദി എന്നത് വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ പ്രധാനിയായ ഉമർ നബി ആണെന്നത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഉമർ നബിയാണ് ആ സ്ഫോടനം നടത്തിയത് എന്നത് DNA പരിശോധനകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഉമർ നബിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിടുകയാണ്. ഉമർ നബി ഈ ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സംസാരിച്ച ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ചാവേർ ആക്രമണത്തെ മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്ന ഒരു ഉമർ നബിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രക്തസാക്ഷിത്വത്തോട് ചാവേർ ആക്രമണത്തെ ഉപമിക്കുന്ന ഉമർ നബിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇയാൾ അപ്പോൾ ഒരു ചാവേറാകാൻ സ്വയം തയ്യാറായിരുന്നുവെന്നും മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിരുന്നു എന്നതും നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ്. അത് സാധൂകരിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചില സുരക്ഷാ വിഷയങ്ങളാൽ അതിൻ്റെ ഓഡിയോ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതല്ല. കാരണം അതിൻ്റെ ഉള്ളടക്കം അത്രമാത്രം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നതുകൊണ്ടാണ് അതിൻ്റെ ശബ്ദം നമ്മൾ പുറത്തേക്ക് വിടാത്തത്. പക്ഷേ ഉമർ നബി ഈ തീവ്രവാദത്തെ വലിയ രീതിയിൽ ചാവേർ ആക്രമണത്തെ ഒരാൾ ചാവേറാകുന്നതിനെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്ന, ന്യായീകരിച്ച് സംസാരിക്കുന്ന പ്രസംഗ ഭാഗമാണ് ഇതോടെ പുറത്തു വന്നിരിക്കുന്നത്. ചാവേർ ആക്രമണം എന്ന ആശയം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് ഉമർ നബി പറയുന്നു. ചാവേർ ആക്രമണം യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വ പ്രവർത്തനമാണ് എന്നതാണ് ഉമർ നബി ചൂണ്ടിക്കാട്ടുന്നത്. ചാവേർ ആക്രമണം സംബന്ധിച്ച് നിരവധി വാദങ്ങളും വൈരുദ്ധ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് മരിക്കുമെന്ന് അനുമാനിക്കുന്നതിനെയാണ് രക്തസാക്ഷിത്വ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നതാണ് ഉമർ നബി അവകാശപ്പെടുന്നത്. അപ്പോൾ ചാവേറാകുക എന്നാൽ ഒരു രക്തസാക്ഷിയാകുക എന്നതാണ്. നമുക്കറിയാം, പലരും രക്തസാക്ഷികൾക്ക് കൊടുക്കുന്ന ഒരു പരിവേഷം എന്താണ് എന്നതറിയാം. പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമരത്തിലും പല നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നവരെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ആ രക്തസാക്ഷി പരിവേഷമാണ് ഉമർ നബി ഈ ചാവേർ ആകാൻ അല്ലെങ്കിൽ ചാവേറുകൾക്ക് നൽകുന്നത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഉമർ നബി എന്ന ഭീകരൻ, അയാൾ എപ്പോഴും എക്സ്ട്രീമായി നിലപാടുകൾ സ്വീകരിക്കുകയും അത്
ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ ആ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്, ഭീകരനാണ് എന്ന വിവരം കൂടി അന്വേഷണ സംഘം പുറത്തുവരുന്നുണ്ട്. ഭീകരാക്രമണ പദ്ധതിയെ ചൊല്ലി ഈ ഭീകരർക്കിടയിൽ തന്നെ ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിനുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ. ഈ ആക്രമണം എപ്പോൾ, എവിടെ, എങ്ങനെ നടത്തണം എന്ന കാര്യത്തിലാണ് വലിയ തർക്കം ഈ ഭീകരർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. മുഖ്യ സൂത്രധാരനായ മുസാമിലും ഉമറും തമ്മിൽ ഇക്കാര്യങ്ങളിൽ വലിയ തർക്കം ഉടലെടുത്തിരുന്നു. ആയുധങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ തയ്യാറാക്കാൻ ഉമർ ആവർത്തിച്ച് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാത്രവുമല്ല, ഇത് സെപ്റ്റംബർ എന്നത് ഒരു ലക്ഷ്യമായി കാണണം എന്ന നിർദ്ദേശം ഉമർ ആവർത്തിച്ച് മുന്നോട്ട് വെച്ചിരുന്നു. കൂടുതൽ സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കണം, അതും കൂടുതൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കണം എന്നതുമൊക്കെയായിരുന്നു ഉമറിന്റെ പിടിവാശികൾ. അപ്പോൾ ആ കാര്യങ്ങളെ ചൊല്ലി ഉമറും മുസാമിലും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തിരുന്നു. അത് പ്രത്യയശാസ്ത്രപരമായ ആശയക്കുഴപ്പങ്ങളും ഭിന്നതകളും ഒപ്പം തന്നെ ഈ നടത്തിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കകളും ഒക്കെ ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഉമറിന്റെ അസ്ഥിരമായ സ്വഭാവത്തെക്കുറിച്ച് മുസാമിലിന് വലിയ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമറിന്റെ ഈ പദ്ധതികളെ മുസാമിൽ എതിർത്തിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇത് ഈ മൊഡ്യൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇവർക്കിടയിൽ ഭിന്നതയായി വളർന്നിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇവർ ആവിഷ്കരിച്ച പദ്ധതികൾ പലതും നടപ്പിലാകാതെ പോയത് നമ്മൾക്ക് ഇതിനോടകം തന്നെ തെളിവുകൾ ലഭിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള കാരണങ്ങൾക്ക് ഇവർ തമ്മിലുള്ള ഭിന്നതകൾ കൂടി ഒരു പ്രധാന കാരണമായിരുന്നു എന്നതിന്റെ വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതിൽ കുറച്ച് എക്സ്ട്രീം നിലപാട് സ്വീകരിക്കുകയും കൂടുതൽ ശക്തമായ പ്രഹരം നൽകുകയും ആ രീതിയിൽ ആക്രമണം നടത്തുകയും ഒക്കെ വേണം എന്നതാണ് ഉമർ നബി ആഗ്രഹിച്ചിരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഉമർ നബി ഒരു ഷൂ ബോംബർ എന്ന സംശയം കൂടി ബലപ്പെടുകയാണ്. അത് ഇപ്പോൾ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമുള്ള സംശയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഉമർ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച കാറിൽ നിന്ന് കണ്ടെത്തിയ ഷൂവാണ് ഇക്കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. വാഹനത്തിന്റെ വലതുവശത്തെ മുൻ ടയറിനടുത്തുള്ള ഡ്രൈവിംഗ് സീറ്റിനടിയിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു ഷൂ കണ്ടെത്തുന്നത്. അതിലുള്ള ലോഹം പോലെയുള്ള വസ്തു ആണ് ഈ സംശയം ജനിപ്പിച്ചിരിക്കുന്നത്. ഉമർ നബി ഒരു ഷൂ ബോംബർ ആണോ എന്നുള്ള സംശയം ജനിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണം അനുസരിച്ച് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചത് ഈ വസ്തുവാണ് എന്നതാണ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത്. അതിതീവ്ര സ്ഫോടന ശേഷിയുള്ള മദർ ഓഫ് സാത്താൻ എന്ന് വിളിക്കുന്ന TATP ട്രയാസിറ്റോൺ ട്രൈപെറോക്സൈഡ് എന്ന സ്ഫോടക വസ്തുവിന്റെ അംശം ഈ കാറിനുള്ളിൽ നിന്നും ടയറിൽ നിന്നും ഷൂവിൽ നിന്നുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. ഇത് സ്ഫോടനം നടത്താനായി ഉമർ തന്റെ പാദരക്ഷയിൽ ഈ സ്ഫോടനം നടത്താനുള്ള ഉപകരണം ഒളിപ്പിച്ചിരിക്കാമെന്ന ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ എത്തിച്ചിരിക്കുന്നത്. ഒരു വലിയ ഭീകരാക്രമണത്തിനായി ജയ്ഷെ ഭീകരർ വലിയ അളവിൽ TATP സംഭരിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിൽ TATPയും അമോണിയം നൈട്രേറ്റും ചേർന്ന മിശ്രിതമാണ് ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാറിന്റെ പിൻസീറ്റിനടിയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അവിടെയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനകൾ നൽകുന്നതാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2001 ഡിസംബറിൽ റിച്ചാർഡ് റീഡ് നടത്തിയ ചാവേർ ബോംബാക്രമണ ശ്രമവുമായി ഈ സംഭവത്തിന് സാമ്യമുണ്ട് എന്നതാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. പാരീസിൽ നിന്ന് മയാമിയിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ വെച്ച് ഷൂവിൽ ഒളിപ്പിച്ച TATP പൊട്ടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ബോംബറാണ് ഷൂ ബോംബർ എന്ന പേരിൽ അറിയപ്പെടുന്ന റിച്ചാർഡ് റീഡ്. അപ്പോൾ റിച്ചാർഡ് റീഡിന്റെ ആ പരാജയപ്പെട്ട പദ്ധതിയാണ് ഉമർ നബി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഷൂ ബോംബറാണ് ഉമർ നബി എന്നതിന്റെ തെളിവുകളും സൂചനകളുമാണ് അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കേസിലെ സ്ഫോടക വസ്തുക്കളുടെ രീതിക്കും സ്ഥാനത്തിനും റീഡിന്റെ രീതിയോട് വലിയ സാമ്യമുണ്ട് എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചെങ്കോട്ട സ്ഫോടനം നടത്താൻ ഉമറും സമാനമായ രീതി സ്വീകരിച്ചു എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തുന്നത്. ചെങ്കോട്ടയിലെ ആക്രമണത്തിന് തീവ്രവാദികൾ ഉപയോഗിച്ച രീതി മനസ്സിലാക്കാനുള്ള ശ്രമം കൂടുതലായും അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് തകർക്കപ്പെട്ട ജയ്ഷെ ഭീകര സംഘം
D6 എന്ന രഹസ്യനാമത്തിൽ പല നഗരങ്ങളിലും ഇരട്ട ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഡിസംബർ 6 കേന്ദ്രീകരിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഫോടനത്തിന്റെ പദ്ധതിയായിരുന്നു. ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷികത്തിൽ ആ രീതിയിൽ വലിയ പ്രഹരം നടത്തുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. ആ പ്ലാൻ നടന്നില്ല. അപ്പോഴാണ് പ്ലാൻ ബി ഉമർ നബി നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉമർ നബി എന്ന ഭീകരനുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന വനിതാ ഡോക്ടർ ഷഹീൻ ഇവരുടെ സംഘത്തിന് പണം എത്തിച്ചിരുന്ന പ്രധാനിയാണ്. അവരായിരുന്നു പ്രധാന സാമ്പത്തിക സ്രോതസ് എന്ന കാര്യം ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ അവർ ഈ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റും അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം. അപ്പോൾ വലിയ ആക്രമണ പദ്ധതികൾക്കായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. ഉമർ നബി അങ്ങേയറ്റം ക്രിമിനലായിരുന്നു. ഭീകരൻ എന്നതിൽ ഭീകരരിൽ തന്നെ ഏറ്റവും കനത്ത ആഘാതം നൽകുന്ന ആക്രമണങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ അംഗമായിരുന്നു ഉമർ നബി എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആ ആക്രമണങ്ങളെ ചെറുക്കാനായി എന്നതാണ് ആശ്വാസം. അപ്പോഴും ഡൽഹിയിൽ മരിച്ച 13 പേരുടെ ജീവൻ നമുക്ക് മുന്നിലുണ്ട്. മാത്രവുമല്ല രാജ്യത്തെ ആശങ്കയിലാക്കിയ രാജ്യത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട ഭീകരർ അവർ ഒരു പരിധിവരെ അതിൽ വിജയിച്ചിരിക്കുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണം. ഈ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന ഉറപ്പാണ് അമിത്ഷാ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം നൽകിയത്. പ്രധാനമന്ത്രിയും അക്കാര്യം തന്നെ സൂചിപ്പിക്കപ്പെട്ടു. ഈ ഭീകര സംഘത്തെ വേരോറെ പിഴുതെറിയാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശശി തരൂർ പുകഴ്ത്തുന്നത് ആദ്യമല്ല. ശശി തരൂർ ഓരോ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുമ്പോഴും വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിൽ അത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തരൂരിനെതിരെ നടപടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ രക്തസാക്ഷി പരിവേഷം വാങ്ങിക്കൊണ്ട് പുറത്തേക്കാണോ തരൂർ ലക്ഷ്യം വെക്കുന്നത്, പുറത്തേക്ക് പോകാൻ തരൂർ ലക്ഷ്യം വെക്കുന്നു എന്ന ആശങ്കകൾ പലപ്പോഴും ഉയരുകയും അത് പലകുറി ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെ ഒരു പരിധിവരെ കുറ്റപ്പെടുത്തി സംസാരിച്ച തരൂർ അതിന്റെ മുറിവുണങ്ങും മുമ്പ് തന്നെ അടുത്ത മോദി സ്തുതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഗോയങ്കയുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ച കാര്യങ്ങൾ, ആ പ്രഭാഷണ പരമ്പരയിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. എക്സിലൂടെയാണ് അദ്ദേഹം ഈ മോദി സ്തുതി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. മോദിയുടെ പ്രസംഗം സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക വീക്ഷണകോണിൽ മികച്ചതാണ് എന്ന് തോന്നിയെന്നുമാണ് തരൂരിന്റെ ഇപ്പോഴത്തെ കുറിപ്പ്. സാമ്പത്തിക ദിശാനിർണയവും സാംസ്കാരിക ആഹ്വാനവും ചേർന്ന ഒരു പ്രസംഗമായിരുന്നു അത്. പുരോഗതിയിലേക്കുള്ള അസ്വസ്ഥമായ ആഗ്രഹം, അതായത് അങ്ങേയറ്റം ആഗ്രഹം രാജ്യത്തോട് അദ്ദേഹം നടത്തുന്നു എന്ന കാര്യം കൂടി തരൂർ ആ ട്വീറ്റിൽ ആവർത്തിക്കുകയാണ്. ദേശീയതയ്ക്കായുള്ള ആഹ്വാനവും അഭിനന്ദനവുമാണ് ഇത് എന്നതാണ് മോദിയുടെ വാക്കുകളെ കുറിച്ച് തരൂർ ഈ കുറിപ്പിൽ പറയുന്നത്. തരൂരിന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസിന് നേരെ രൂക്ഷ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ചടങ്ങിനെ കുറിച്ചാണ്, അവിടെ മോദി നടത്തിയ പ്രസംഗത്തിനെ കുറിച്ചാണ്. ഇത്തരം വാനോളം പുകഴ്ത്തുന്ന ഒരു പ്രതികരണം തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഇതിലേറെ നിർണായകമായിട്ടുള്ളത്. രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ മോദിയുടെ പ്രസംഗത്തെയാണ് സ്തുതിച്ചുകൊണ്ട് ഇപ്പോൾ തരൂർ രംഗത്ത് വരുന്നത്. ഇവിടെ ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വലിയ രീതിയിൽ വിമർശിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. തരൂരിനെ വേദിയിലിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ആ വിമർശനങ്ങളിൽ തരൂർ യാതൊന്നും പ്രതികരിക്കുന്നില്ല. അതിനപ്പുറം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ കർത്തവ്യ ബോധ്യത്തെ ഒക്കെ പുകഴ്ത്തുകയാണ് ഇപ്പോൾ തരൂർ ചെയ്തിരിക്കുന്നത്. സാംസ്കാരിക ആഹ്വാനവും സാമ്പത്തിക വീക്ഷണകോണിൽ ഏറ്റവും മികച്ചതുമാണ് മോദിയുടെ വീക്ഷണം എന്നതാണ് ഇപ്പോൾ
തരൂർ ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. നമുക്കറിയാം, നേരത്തെയും ശശി തരൂർ പല തവണ മോദി സ്തുതിയുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചും പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുമാണ് പലപ്പോഴും ശശി തരൂർ രംഗത്ത് വന്നുകൊണ്ടിരുന്നത്. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതായിരുന്നു നേരത്തെ മോദിയുമായി ബന്ധപ്പെടുത്തി തരൂർ നടത്തിയ ഒരു പുകഴ്ത്തൽ. ഓപ്പറേഷൻ സിന്ദൂറുമായുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിന് അനുകൂലമായ നിരവധി പ്രസ്താവനകൾ തരൂർ നടത്തിയത് നമുക്ക് മുന്നിലുണ്ട്. ഏറ്റവും അതിനുശേഷം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി സമീപനങ്ങൾ. ഒരു ഭാഗത്ത് തുടർച്ചയായി മോദിയെ പുകഴ്ത്തി സംസാരിക്കുന്ന തരൂർ, മറുഭാഗത്ത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പിടി കാര്യങ്ങൾ കൂടി ചെയ്തു എന്ന് വരുമ്പോഴാണ് എന്താണ് തരൂരിന്റെ ലക്ഷ്യം എന്ന സംശയം വീണ്ടും നമ്മളിലേക്ക് എത്തുന്നത്. അടിയന്തരാവസ്ഥയെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം ഈ അടുത്ത കാലത്താണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പിന്നീട് ചോദ്യങ്ങളോട്, അടിയന്തരാവസ്ഥയോട് തനിക്ക് എല്ലാ കാലത്തും ഇതേ നിലപാടാണ് ഉള്ളത് എന്നതാണ് തരൂർ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഓരോ വിവാദങ്ങളിലും അദ്ദേഹത്തിന് പറയാൻ ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ മോദിയുടെ കാഴ്ചപ്പാടിനെ തൻ്റേത് ആയ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ താൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ന്യായീകരിക്കുന്നതെങ്കിൽ, ഓരോ തവണ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും സമാനമായ സമീപനം തന്നെയാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരു ലേഖനമാണ്. അത് നെഹ്റു ഗാന്ധി കുടുംബത്തെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു. അത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ തരൂർ ഗാന്ധി കുടുംബത്തെ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് നമ്മൾ ആ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലൂടെ കണ്ടത്. ഇന്ത്യൻ പൊളിറ്റിക്സ് ആർ എ ഫാമിലി ബിസിനസ് എന്ന തലക്കെട്ടിലായിരുന്നു അന്ന് തരൂർ ആ ലേഖനം എഴുതിയിരുന്നത്. രാഷ്ട്രീയ നേതൃത്വം എന്നത് ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം അടിത്തറയിട്ടു എന്നതായിരുന്നു അന്ന് തരൂർ ഉയർത്തിയിരുന്ന വിമർശനം. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ദിരാഗാന്ധി മുതൽ, നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി, ഒപ്പം ഇങ്ങേയറ്റം പ്രിയങ്ക വരെയുള്ളവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. വിദേശകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി പിന്നീട് ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും വിദേശകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി തുടരാൻ കോൺഗ്രസ് തരൂരിനെ അനുവദിച്ചതോടുകൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമോ, തരൂർ വിധേയനാകുമോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാതെയെങ്കിലും മുന്നോട്ട് പോകുമോ എന്നൊക്കെ തോന്നിയിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നെഹ്റു ഗാന്ധി പരമായ കുടുംബവാഴ്ചയെ എതിർത്തുകൊണ്ടുള്ള ഒരു ലേഖനം തരൂരിൻ്റെതായി വരുന്നത്. അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് തന്നെ പല നേതാക്കളും അതിനെതിരെ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം, രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കമാൻഡിന് പലരും തരൂരിന്റെ പേരിൽ പരാതികൾ അറിയിച്ചതാണ്. ആ ഘട്ടവും കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ തേടുമ്പോൾ അദ്ദേഹം മുനവെച്ച ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും വലിയ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് പറയേണ്ടത് അവിടെ പ്രവർത്തിച്ച നേതാക്കന്മാരാണ്, തന്നെ അങ്ങോട്ടേക്ക് വിട്ടിരുന്നില്ല എന്നൊരു കാര്യം പറയുന്നു. അതും ഒരു തരത്തിൽ ചില സൂചനകൾ നൽകുന്ന പ്രതികരണമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, ഒരു മോദി സ്തുതി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ ആരും അവിടേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. അതും സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു. ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത്. എന്താണ് വീഴ്ച പറ്റിയത് എന്നത് പരിശോധിക്കപ്പെടണം എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരുന്നത്. അപ്പോൾ അതിനൊക്കെ പിറകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോദി സ്തുതിയുമായി അദ്ദേഹം രംഗത്ത് വരുമ്പോൾ എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത് എന്ന വലിയ ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഇനിയും നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം മറുവശത്തും ഉയരുകയാണ്. ഇവിടെ ഇന്ന് എം ഹസന്റെ ഒരു പ്രതികരണം കൂടി ഉണ്ട്. എം ഹസൻ പറഞ്ഞത് പാർട്ടി വിടുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തരൂർ നടത്തുന്നതെന്നാണ്. തരൂരിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെങ്കിൽ ആദ്യം പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണം. സ്ഥാനാർത്ഥികൾ
ഒപ്പം കൂടിയതുകൊണ്ടാണ് തരൂർ തലസ്ഥാനത്ത് പ്രചാരണത്തിനെത്തിയതെന്നും തരൂരിനെതിരെ എന്ത് നടപടി വേണമെന്നത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് എന്നതുമാണ് എം ഹസൻ ഇന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ആ പ്രതികരണം കൂടി കാണാം. ശരി, എന്തായാലും എം ഹസന്റെ പ്രതികരണമാണ്. അതിന് ഓഡിയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എം ഹസൻ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വിട്ടാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം തരൂർ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തരൂരിനെ പാർട്ടിക്ക് പുറത്തേക്ക് വിടുന്നതാണ് നല്ലത് എന്നതൊരു സന്ദേശം കൂടിയാണ്. അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള വികാരമാണ് എന്നത് നേരത്തെ പല ഘട്ടങ്ങളിൽ നമുക്ക് ബോധ്യം വന്നിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം തരൂരിന് കൊടുക്കേണ്ടതില്ല എന്നതാണ് കോൺഗ്രസ് എത്തിയിരുന്ന ഇതുവരെയുള്ള ധാരണ. ഇനിയിപ്പോൾ അതിനപ്പുറം ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് തരൂരിന്റെ കാര്യത്തിൽ നീങ്ങുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുമ്പോൾ തരൂരിന്റെ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതിന്റെ ഭാഗമാണോ ഈ ആവർത്തിച്ചുള്ള മോദി സ്തുതി എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും തരൂർ ഈ ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകർ എത്തുമ്പോൾ അദ്ദേഹം ആ ആരോപണങ്ങളൊക്കെ പാടെ തള്ളുകയാണ് ചെയ്യുന്നത്. താൻ നെഹ്റു കുടുംബത്തെ അനുസരിക്കുന്നു അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നു എന്നതുകൊണ്ടാണ് താൻ പ്രവർത്തക സമിതിയിൽ തുടരുന്നത്. താൻ എന്തിനു പുറത്തു പോകണം എന്നതാണ് നേരത്തെ ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് തരൂർ മറുപടി പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും മോദി സ്തുതി നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടും സ്വാഭാവികമായും ചോദ്യമുണ്ടാകും. തരൂരിന്റെ മനസ്സിൽ എന്ത് എന്നത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ എന്ത് ചെയ്യും എന്നതാണ് ഇന്നലെ ബംഗ്ലാദേശിലെ ട്രൈബ്യൂണൽ നിർണായകമായ വിധി, വധശിക്ഷ വിധിച്ചുകൊണ്ട് ഉത്തരവിട്ടതിന് ശേഷം ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന ആവശ്യമാണ് ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് നവംബർ 18-നകം ഈ ഷെയ്ഖ് ഹസീനയെ തിരിച്ചുകൊണ്ടുവരണമെന്നും ശിക്ഷാ നടപടികൾ നടപ്പാക്കണം എന്നതുമായിരുന്നു ട്രിബ്യൂണലിന്റെ ഉത്തരവ്. പക്ഷേ ആ ഉത്തരവ് നടപ്പാക്കണമെങ്കിൽ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പക്ഷേ ഇന്ത്യ അത്തരം സൂചനകളല്ല നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് വളരെ നിർണായകമായിട്ടുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കും എന്നതിന്റെ ചില സൂചനകളായി വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. അതിനപ്പുറം ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടു നൽകിയേ മതിയാകൂ എന്നതാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെയുണ്ടായ വിദ്യാർത്ഥികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശിക്ഷ വിധിച്ചത്. 1400 പേരുടെ മരണത്തിന് ഉത്തരവാദി, അതിൽ നേരിട്ടുള്ള ഉത്തരവാദിത്വം ഷെയ്ഖ് ഹസീനയ്ക്കുണ്ട് എന്നതാണ് ട്രൈബ്യൂണൽ കണ്ടെത്തിയത്. ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണലിന്റെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഗുലാം മൊർത്തുസ മജുംദാറിന്റെ ഉത്തരവാണ് അത്. 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് 2024 ഓഗസ്റ്റ് 5-നാണ് ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന പലായനം ചെയ്ത് ഇന്ത്യയിൽ അഭയം തേടിയത്. ബംഗ്ലാദേശിന്റെ ആവശ്യം എന്ന് പറയുന്നത് കുറ്റവാളി എന്ന് കണ്ടെത്തിയ 2 പേരെയും ഉടൻ ബംഗ്ലാദേശ് അധികാരികൾക്ക് കൈമാറാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി അസദുദ്മാൻ ഖാനെയും വിട്ടുകിട്ടണമെന്ന ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. മുൻ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയിലുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് അവർ അത്തരം ഒരു ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുന്നത്. കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ടെന്നും ഇത് പാലിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്ക് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുന്നത് സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയായും നീതിയെ അവഗണിക്കുന്നതായും കണക്കാക്കും എന്നതാണ് മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. അതായത് സൗഹൃദത്തിനെ ബാധിക്കും എന്ന സൂചനകളാണ് ബംഗ്ലാദേശ് നൽകുന്നത്. എന്നാൽ ഇന്ത്യയോട് ഔദ്യോഗികമായി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല.
2-3 ദിവസത്തിനകം ഔദ്യോഗികമായി ആവശ്യപ്പെടും എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം ഇന്ത്യ കരുതലോടെയാണ് ഇതിനോട് പ്രതികരിച്ചത്. ട്രിബ്യൂണൽ വിധി വന്നതിനു ശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ നയതന്ത്ര ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. വിധിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് അഭിപ്രായം പറയാതെ ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വിധി ഇന്ത്യയുടെ ശ്രദ്ധയിലുണ്ട് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. അടുപ്പമുള്ള അയൽരാജ്യം എന്ന നിലയിൽ ജനങ്ങളുടെ സമാധാനം, ജനാധിപത്യം, സമഗ്രത, സ്ഥിരത എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബംഗ്ലാദേശി ജനതയുടെ താൽപര്യങ്ങൾക്ക് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും ക്രിയാത്മകമായി ഇടപെടൽ നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഹസീനയെ ഇന്ത്യ കൈമാറിയേക്കില്ല എന്ന സൂചനകളാണ് ഇതിനോടകം തന്നെ ലഭ്യമാകുന്നത്. ഈ വിധി തന്നെ, ട്രൈബ്യൂണൽ വിധി തന്നെ തട്ടിപ്പാണ് എന്നൊരു നിലപാടിലാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല എന്ന സൂചനകളാണ് വരുന്നത്. ആവശ്യമെങ്കിൽ കൈമാറാൻ കഴിയുന്ന നിലപാട് ഒരുപക്ഷെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിട്ട് അറിയിക്കാനും സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് പ്രശ്നം രൂക്ഷമാക്കാനേ ഇടയാക്കുകയുള്ളൂ എന്നതാണ് ഇന്ത്യയുടെ നിഗമനം. പ്രശ്നപരിഹാരത്തിന് അത് ഒരിക്കലും സഹായകമാകില്ല എന്ന് ഇന്ത്യ കരുതുന്നു. പ്രശ്നപരിഹാരത്തിന് എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടത് എന്നതാണ് ഇന്ത്യ കരുതുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് രാജ്യം എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ ഫെബ്രുവരിയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അവിടെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കുൾപ്പെടെ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിന് വിലക്കുകൾ ഉണ്ട് എങ്കിൽ പോലും ഒരു ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ വന്നാൽ ആശയവിനിമയം കൂടുതൽ സുഗമമാകും എന്നതാണ് ഇന്ത്യ കണക്കാക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് വരെ ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക എന്നതായിരിക്കും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അതുവരെ ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം ഒരുക്കുക എന്നതായിരിക്കും ഇന്ത്യ എത്തുന്ന നിഗമനം. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറാൻ ഉള്ള കരാർ ഉണ്ട് എങ്കിൽ പോലും അതിന്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗപ്പെടുത്തി ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാതിരിക്കുക എന്നതായിരിക്കും ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവിടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള സർക്കാർ നിലവിൽ വരുന്ന സമയത്ത് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാം എന്നതായിരിക്കും ഇന്ത്യയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യം വിട്ടുകൊടുക്കാൻ കഴിയുകയില്ല എന്ന കാര്യം ഒരുപക്ഷെ രേഖാമൂലം തന്നെ അറിയിപ്പ് അവിടെ നിന്ന് ലഭിച്ചാൽ ഇന്ത്യയും രേഖാമൂലം തന്നെ അത് അക്കാര്യം അറിയിക്കും എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്ഥാനഭ്രഷ്ടയാക്കിയതിനു ശേഷം ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയിൽ അഭയം തേടിയ വ്യക്തിയാണ് ഹസീന. അവരെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ കൈവെടിയില്ല എന്ന സൂചനകളാണ് വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിൽ ഔദ്യോഗികമായ മറുപടി എന്താണ് വരുന്നത് എന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.